രജിസ്ട്രാർ അനിൽകുമാർ ഔദ്യോഗിക വാഹനത്തിൽ സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നു. വിസിയുടെ വിലക്ക് ലംഘിച്ചാണ് അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ ഇപ്പോൾ സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നത്. കേരള സർവകലാശാലയിൽ അതികഠിനമായ ഭരണ പ്രതിസന്ധി തുടരുകയാണ്. 2 രജിസ്ട്രാർമാരാണ് നിലവിൽ ഉള്ളത്. അതിൽ വിസിയുടെ വിലക്ക് ലംഘിച്ചാണ് സിൻഡിക്കേറ്റിൻ്റെ പിന്തുണയുള്ള അനിൽകുമാർ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഹാൻസ് ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, ഈ അനിൽകുമാർ അവിടേക്ക് എത്തുന്നതിനെതിരെ പരാതികൾ പോയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായിരിക്കും തുടർ നടപടി വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക? ലക്ഷ്മി, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ വാഹനം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്യൂരിറ്റി ഓഫീസർക്കും അതിനോടൊപ്പം തന്നെ രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള മിനി കാപ്പനും നിർദ്ദേശം നൽകിയത്. പക്ഷേ ഈ നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ KS അനിൽകുമാർ തള്ളിയിരുന്നു. കാരണം ഇതുവരെയും തന്നോട് അത്തരത്തിലൊരു ആവശ്യം സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ KS അനിൽകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയമുമാണ് രജിസ്ട്രാർ എത്തിയത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി. തനിക്ക് മറ്റ് വാഹനങ്ങളൊന്നും തന്നെയില്ല, തനിക്കുള്ളത് സർവകലാശാല നൽകിയിട്ടുള്ള വാഹനം മാത്രമാണെന്ന് കൂടി രജിസ്ട്രാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വൈസ് ചാൻസലർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ സസ്പെൻഷൻ ആയതിൽ പിന്നാലെ ഈ സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കുന്നതും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഫയലുകൾ നൽകരുതെന്നും അടക്കം സർവകലാശാല ഉദ്യോഗസ്ഥർക്ക് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതൊന്നും തന്നെ സർവകലാശാല അധികൃതർ പാലിച്ചിരുന്നില്ല. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ വാഹനം ഉപയോഗിക്കുന്നത് തടയണമെന്നും അതിനോടൊപ്പം തന്നെ ആ വാഹനം സർവകലാശാലയുടെ ഗ്യാരേജിലേക്ക് മാറ്റണമെന്നും വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയത്. അതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഓഫീസറോട് വാഹനത്തിൻ്റെ താക്കോൽ ഡ്രൈവറുടെ കയ്യിൽ നിന്ന്, രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാറിൻ്റെ ഡ്രൈവറുടെ പക്കൽ നിന്ന് വാങ്ങി സൂക്ഷിച്ച് അത് ഡോക്ടർ മിനി കാപ്പനെ ഏൽപ്പിക്കണമെന്നും സെക്യൂരിറ്റി ഓഫീസർക്ക് കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർച്ചയായി സർവകലാശാല ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറും വിസിയുടെ നിർദ്ദേശങ്ങൾ തള്ളുകയാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് വൈസ് ചാൻസലർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതും നിർണായകമായി നിലനിൽക്കുകയാണ്. ലക്ഷ്മി, സങ്കീർണമാവുകയാണ് കേരള സർവകലാശാലയിലെ കാര്യങ്ങൾ. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത്.